നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിവാഹം കഴിഞ്ഞ് നീ ധനുഷിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് സച്ചി മോളുടെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. അനകയുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. പോ. ഞാൻ പോയിക്കോളാം. നീ നോക്കിക്കോ സ്നേഹേ. ഇതിനൊക്കെ പകരം കൊടുക്കേണ്ടതേ നിന്റെ കണ്ണീരായിരിക്കും. നീ ഓർത്ത് വെച്ചോ. കാണാതായത് നിങ്ങളുടെ ഭർത്താവിനെയാണോ? അതെ, ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. എന്ത് സംഭവിച്ചൊന്നും അറിയില്ല. പേടിക്കണ്ട, അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ജീവനോട് തന്നെ ഉണ്ട്. നിങ്ങള്? എന്റെ പേര് പാർവതി എന്ന്. എന്റെ സച്ചേട്ടനെ നിങ്ങൾ കണ്ടായിരുന്നോ? എവിടെ ഇപ്പോ ഉള്ളത്? ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും രക്ഷപ്പെടാനാകാത്ത വിധത്തില് അദ്ദേഹം അകപ്പെട്ടിരിക്കുവോ? അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എങ്ങനെയെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇവിടുന്ന് തെക്ക് പടിഞ്ഞാറായി കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തില് കൈയും കാലും ബന്ധിച്ച അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ളത് നിസ്സാരമായുള്ളൊരു കാര്യമല്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈശ്വരന്റെ സഹായത്താൽ ചിലപ്പോ രക്ഷപ്പെടുത്താൻ പറ്റിയാലോ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ വിശ്വസിക്കണോ വേണ്ടയോ അതോ എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാൻ പോവാ ഞാൻ. ഈ പറഞ്ഞ സ്ഥലം എനിക്കറിയില്ല. എന്റെ കൂടെ വന്ന് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തോണ്ടാ ഞാൻ ചോദിക്കുന്നത്. അവിടം വരെ ഞങ്ങളോടൊപ്പം ഒന്ന് വരുമോ? ദയവായി പറ്റില്ല എന്ന് പറയരുത്. അതെ, സച്ചി എത്രയും വേഗം കണ്ടുപിടിക്കണം. പാർവതിക്ക് സ്ഥലം അറിയാലോ, വഴി കാണിച്ചെന്നാ മതി. ഞങ്ങള് എങ്ങനെയെങ്കിലും സച്ചിയെ രക്ഷിച്ചോളാം. ഞങ്ങളോടൊപ്പം വന്നൂടെ? സ്നേഹേ, നീ ഈ വിവാഹം നടത്തണമെന്നുള്ള തീരുമാനത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണോ? ഒന്നുകൂടെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സച്ചിയേട്ടൻ എവിടെയാണെന്നോ എന്ത് പറ്റിയെന്നോ അറിയില്ല. ഈ സാഹചര്യത്തിൽ തന്നെ വേണോ ഈ വിവാഹം? ഇതെന്താ സ്നേഹ ഇത്? കല്യാണം മുടക്കി സ്വന്തം വീട്ടിൽ തന്നെയുണ്ടോ? കല്യാണം മുടക്കി നിനക്ക് സഹോദരനുണ്ടോ? ഒരേട്ടനുണ്ട്. നിന്റെ വിവാഹത്തിന്റെ തലേ ദിവസം ആ ഏട്ടനെ കാണാതിരുന്ന, എവിടെയാന്ന് പോലും അറിയാതിരുന്ന നീ ആ വിവാഹം നടത്താൻ തീരുമാനിക്കൂ? ഇല്ല. എന്നാ ഈ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരി അതാണിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. കൂടപ്പറപ്പില്ലാതെ ഇതൊന്നും ചെയ്യുന്നത് ഒട്ടും നല്ലതല്ലെന്ന്. നീ എന്തിനാ സ്നേഹയുടെ പുറകെയാണെന്ന് ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതിനാ. എനിക്കറിയാം കാര്യം എന്താണെന്ന്. നിനക്കിപ്പോ സച്ചിയുടെ പേരും പറഞ്ഞ് ഈ വിവാഹം മുടക്കണം അല്ലേ? ഇനി അത് മാറ്റി വെച്ചിട്ട് ഇന്ന് തന്നെ സച്ചി തിരികെ വന്ന അങ്ങനെ സച്ചിയേട്ടൻ വരില്ല. വരുവായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഇവിടെ വന്നേനെ.
എത്ര എതിർപ്പ് പറഞ്ഞാലും സ്നേഹ സച്ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാ. അത് ഇവള് തിരിച്ചറിഞ്ഞില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ അവൻ വരുമെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവൻ വന്നില്ലെങ്കിൽ അവനെ കൊണ്ടുവരാൻ എനിക്കറിയാം. സച്ചിക്കൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പോടെ തന്നെയാ ഞാൻ ഈ വിവാഹം നടത്താൻ പോകുന്നത്. സച്ചേട്ടന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ ഏട്ടാ? എന്റെ മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വിവാഹം കഴിഞ്ഞ് നീ ധനുഷിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് സച്ചി മോളുടെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. അനകയുടെ കാര്യം നോക്കി പോകാൻ നോക്ക്. പോ. ഞാൻ പോയിക്കോളാം. നീ നോക്കിക്കോ സ്നേഹ. ഇതിനൊക്കെ പകരം കൊടുക്കേണ്ടതേ നിന്റെ കണ്ണീരായിരിക്കും. നീ ഓർത്ത് വെച്ചോ. നല്ലോണം മേക്കപ്പ് ചെയ്തോ ചേച്ചി. ഏട്ടനെ കാണാത്തതിലുള്ള വിഷമം അനിയത്തിയുടെ മുഖം കണ്ട് ഇനി ആരും മനസ്സിലാക്കിയെന്ന് വേണ്ട. ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. ഉച്ചവരെ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. 12 മണിക്ക് മുഹൂർത്തം കഴിയും. ആ ശുഭമുഹൂർത്തത്തിലായിരിക്കണം അവനെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ. ഞാൻ കെട്ടുന്ന താലി സ്നേഹയുടെ കഴുത്തിൽ മുറുകുമ്പോ സച്ചിയുടെ ശരീരത്തിലെ കെട്ടുകൾ അഴിയണം. കെട്ടഴിച്ചു വിടുന്ന സമയത്ത് നിനക്ക് അവന്റെ കയ്യിൽ നിന്നും 1-2 തല്ല് കിട്ടിയെന്ന് വരും. അതും കൂടി ചേർത്താ നിന്റെ ലാസ്റ്റ് സെറ്റിൽമെന്റ്. ശരി സർ. ഇനി ബിജു എന്നെ വിളിക്കണ്ട. എല്ലാം പറഞ്ഞ പോലെ തന്നെ. താനിതുവരെ റെഡിയായില്ലേ? ഒന്നിനൊരു മൂഡില്ല സർ. ഈ വിവാഹം മുടക്കാൻ വേണ്ടി സച്ചി സാറും മനഃപൂർവ്വം പോയി ഒളിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സ് വല്ലാതെ മടുത്തുപോയി. ഇന്നലെ ധനുഷ് പറഞ്ഞപ്പോഴാ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചത്. കാർ കൊണ്ട് വഴിയിലിട്ടിട്ട് സച്ചി എവിടെ മാറി നിൽക്കുക, അതെനിക്ക് മനസ്സിലായി. പക്ഷേ അത് അച്ഛനോടോ മറ്റാരോടോ പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല. ഇനി അങ്ങനെയല്ല, മറ്റാരേലും അവൻ എന്തെങ്കിലും ചെയ്താണെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൽ എവിടെയുണ്ടെങ്കിലും പോലീസിന്റെ കയ്യിലോ എന്റെ ആളുകളുടെ കയ്യിലോ സച്ചിയെ കിട്ടും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ ഈ വിവാഹം ഇപ്പോഴും നടത്താമെന്ന് കരുതുന്നത്. ആ ധൈര്യത്തിൽ തന്നെയാ സ്നേഹയോട് മറ്റൊന്നും ആലോചിക്കാതെ വിവാഹത്തിനൊരുങ്ങാൻ ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ഞാനൊരു നന്ദി കെട്ടവനാണെന്ന്. അല്ലെങ്കിൽ നാട്ടുകാർ പറയുമായിരിക്കും അനിയനെ കാണാതായിട്ടും വിവാഹം നടത്താൻ തീരുമാനിച്ച ദുഷ്ടനായ ഏട്ടനെ കുറിച്ച്. സച്ചി തിരികെ വരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറാവുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.